ഇന്ന് നമ്മുടെ എപ്പിസോഡിലൊരു പ്രത്യേക വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കുക എന്നാന്നറിയോ, നോൺ വെജ് ആണെന്നേ. ഇന്ന് പക്ഷെ നോൺ വെജും അല്ല, എന്നാൽ വെജിറ്റേറിയൻ വല്ല പനീറോ കോണോ അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിക്കും. എന്നാൽ അതുമല്ല, തനി നാടൻ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ വെക്കുന്നത്. ഇപ്പം പറഞ്ഞ കൂട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഞാനും ഇത് കുറച്ച് പഠിച്ച് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് നല്ലൊരു വിഭവമാണ്. എന്നാന്നറിയാമോ, നമ്മുടെ ചോറിനൂടെ ഒക്കെ തിന്നാനാണ് നല്ലത്. ഇതൊരു തോരനാ. അപ്പോൾ തോരനാന്ന് പറയുമ്പോൾ തോരൻ വെക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നിത്യം വെക്കുന്ന ഒരു ക്യാബേജ് തോരനല്ല, ബീൻസ് തോരനല്ല, ബീട്രൂട്ട് തോരൻ ഒന്നുമല്ല. പിന്നെ ഇത് എന്നാ തോരനാന്നല്ലേ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ വേറെ ഒരു പ്രത്യേക തോരനൊന്നുമല്ല, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു തോരനാ. ഇത് വേറെ ഒന്നുമല്ല, ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരൻ. ഇതിനെന്നാ പറയുന്നതെന്നറിയോ, ഇടിച്ചക്ക തോരൻ എന്ന് പറയും. ഇത് ട്രിവാൻഡ്രത്തൊക്കെ ഇഷ്ടംപോലെ ഈ തോരൻ ഉണ്ട്. പക്ഷേ എന്നാ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ എൻ്റെ കോട്ടയം എന്നൊക്കെ പറയുന്നവിടെ അവിടെ ഇച്ചിരി കുറവാണ്. എന്നാലും ഈ തോരൻ നല്ലതാണ്. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ തോരനല്ല, എന്തെല്ലാം ടൈപ്പ് ഓഫ് തോരനുണ്ടെന്നറിയോ. നമുക്കതൊക്കെ പിന്നെ പോകെ ഉള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സ്ഥിരം ചെയ്യുന്നതല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെയുള്ള ഇഷ്ടം പോലെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തോരനുണ്ട്. ഇന്നിപ്പം നമ്മൾ ചക്ക വെച്ച തോരൻ ചെയ്യുന്നേ. സത്യം പറഞ്ഞ അമ്മമാർ പറയുന്നത് എന്തറിയോ, ഈ ചക്കയുടെ തോല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെ ഫുൾ സാധനവും എന്നാ പറയുന്നത്, അതിൻ്റെ ചൊള, ചക്കക്കുരു, ചവണി, അതിൻ്റെ എന്നാ പറയുന്നത്, അതിൻ്റെ പൂഞ്ഞ എല്ലാം ഓരോ കറിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചക്ക ഇസ് നോട്ട് എ വേസ്റ്റ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പം ഇടത്തരം ചക്ക അതിൻ്റെ തോല് കളഞ്ഞ് മുറിച്ച് ഇതേ സ്ക്വയർ പീസസ് ആയിട്ടൊക്കെ ആദ്യം പറഞ്ഞുതരാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇടിച്ചക്ക തോരൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ നോക്കി പഠിക്കുക. ഞാൻ പഠിച്ചു, ഇനി ഞാൻ പഠിപ്പിച്ച് തരാം. അമ്മമാർ കാണുവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഞാൻ അമ്മമാരും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസങ്ങൾ വരും. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പം എന്തായാലും ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോളൂ. ഇതിപ്പം ഒരു ചെറിയ ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെന്നാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനകത്ത് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് സ്ക്വയറായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഈ ചക്ക. ഒരു വലിയ ചക്കയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാവും. ഒരു ഇച്ചിരി എടുക്കുമ്പോൾ തന്നെ തോരൻ ഒരുപാട് കിട്ടും. അതിന് ക്വാണ്ടിറ്റി കൂടുന്ന ഒരു വിഭവമായി ചക്കയുടെ. പിന്നെ അതിന് വേണ്ടി തോരൻ അരയ്ക്കാനുള്ളത് തേങ്ങ പച്ചത്തേങ്ങ ആണെങ്കിൽ ഏറ്റവും നല്ല, ഉണക്കത്തേങ്ങ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മുറി തേങ്ങ. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാണ് വേണ്ടേ. അത് തോരൻ അരയ്ക്കുന്നത് പോലെ എന്നാ പറയുന്നത്, ചക്ക ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടിയ നല്ലതാ. പിന്നെ വേണ്ടിയത് ജീരകം. അത് ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലത്ത് ജീരകം അരയ്ക്കത്തില്ല, ചിലയിടത്ത് ജീരകം അരയ്ക്കും. പക്ഷെ തോരന് ജീരകം അരയ്ക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്വാദും നല്ല മണവും വരുന്നത്. പിന്നെ ഇതിനകത്ത് പൊടി എന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടിയത് മുളക് പൊടി. ഇതിന് തോരൻ പല ടൈപ്പ് അരയ്ക്കും, പച്ചമുളക് ഇട്ടും അരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മുളക് പൊടി അരച്ച തോരൻ വെക്കുന്നത്. പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എന്നാന്നോ, കടുക്. ഇതിനകത്ത് കടുക് വറുക്കുമ്പോഴത്തേക്ക് ഉഴുന്നുപരിപ്പിട്ട് വേണം കടുക് വറുക്കാൻ. പിന്നെ വറ്റൽ മുളക്. പിന്നെ എൻ്റെ ഇഷ്ടമുള്ള കറിവേപ്പില. ഈ തോരൻ വെക്കാൻ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി ഈ ചക്കയ്ക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താണെന്നറിയാവോ, ഇതിന് കുറച്ച് പണി എന്നാന്ന് പറഞ്ഞാൽ, ഈ ചക്ക ഇങ്ങനെ ഇത് തനിയെ ഇങ്ങനെ അങ്ങ് ഇടാനൊക്കത്തില്ല. ഇതിനെ നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് തല്ലണം എന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ ഒക്കത്തില്ല. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ എന്നാ പറയുന്നത്, മിക്സി അടിക്കുമ്പോൾ അറിയത്തില്ലേ, കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒക്കത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ചതയ്ക്കുന്ന ഏറ്റവും നല്ലത്. ഇതില്ലെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലൊക്കെ എടുക്കാൻ എനിക്ക് ഇച്ചിരി മടിയായുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊരു ഇടികല്ല് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഇടികല്ല് എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കല്ലിൽ കിട്ടും, അത് മേടിച്ചാലും മതി. കല്ല് നമുക്ക് വേണ്ട. അതിന് പകരം നമുക്ക് ഈ ഇടിക്കുന്ന സാധനം വെച്ചിട്ട് ഓരോ ചക്ക ഒരു പീസ് എടുത്ത് ഇതിനെ ഇങ്ങനെ തല്ലണം. തല്ലുമ്പം എപ്പോഴും അതിൻ്റെ എന്നാ പറയുന്നത്, ഈ മേൽഭാഗത്ത് തല്ലല്ല, അതിൻ്റെ മൂട് ഭാഗത്തെ തല്ലാവുള്ളൂ. അപ്പം ഈ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട് വന്നോളൂ.
ഇടിച്ചേച്ചുണ്ടല്ലോ ചിലപ്പോൾ ആണെങ്കിൽ അതിൻ്റെ മൂഡ് അങ്ങ് സ്പ്ലിറ്റ് ആവത്തില്ല. അന്നേരം നമ്മൾ കൈ വെച്ചേച്ച് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി വിട്ടേച്ചാൽ മതി. ഇതേപോലെ അപ്പം നല്ല തോരന് ഇടിച്ച് ചതച്ച പോലെ തന്നെ വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ച് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിലും ഭേദം ശരിക്കും അങ്ങനെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത്. അതെന്നാ പറയുന്നത്, കൂമ്പ് തോരനൊക്കെ എന്നാ സ്വാദാ. അതും ഈ ചക്കത്തോരനും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ചോറുണ്ണാൻ നല്ലതാണ്. നോൺ വെജ് തന്നെ വേണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച പച്ചക്കറി കഴിക്കുന്നതിലും ഭേദം ആരോഗ്യത്തിനും ഇതൊക്കെ തന്നെയാണ് നല്ലത്. നമ്മുടെ അമ്മമാരൊക്കെ, എൻ്റെ അമ്മയൊക്കെ ഇഷ്ടംപോലെ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള ആരോഗ്യമാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിയുന്നതും ക്വിറ്റ് ചെയ്യുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ കഴിക്കുക. ഇങ്ങനത്തെയൊക്കെ ഫുഡ് കഴിച്ച് ശീലിക്കുക. എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ഇതിന് അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, വെളുത്തുള്ളി ഒരു 5-6 കഷ്ണം, ജീരകം. ഇത് ഒന്ന് ആവശ്യത്തിന് ചതച്ചെടുക്കണം. ആവശ്യത്തിന് ചതച്ചെടുക്കുക. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ, എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ കടുകിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പ് കൂടെ ഇടണം. ഉഴുന്നുപരിപ്പും കുറച്ച് വറ്റൽമുളകും. കടുക് പൊട്ടിയിട്ട് ഉഴുന്നുപരിപ്പ് ഇച്ചിരി ഒന്ന് മൂക്കണം. അതാണ് പരുവം. കുറച്ച് കറിവേപ്പില. തോരന് കറിവേപ്പില ഇടും, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറാവും, അതാ അതിൻ്റെ പരുവം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പിടണം. എന്നാന്നറിയോ, ആദ്യമേ ചക്ക ഇടരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന. അതുകൊണ്ട് തോരൻ ആദ്യം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ടേച്ച് അതിൻ്റെ ഒരു പച്ചച്ചൊവയും മാറ്റിയിട്ട് തേങ്ങയുടെ ഒരു എന്നാ പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതും കൂടെ മാറി ഈ തോരൻ പോലെ തോർത്തിയെടുക്കാന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ അരപ്പ് അങ്ങനെ ആക്കി എടുത്തേച്ച് വേണം നമ്മൾ ചക്ക ഇടാൻ. അരപ്പ് ശരിക്കും നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ചക്ക ഇതിനകത്തോട്ടിടും. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാ. ശരിക്കും നമ്മുടെ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞില്ല. ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ എന്നാ പറയുന്നത് നഗരമാതാവ് എന്നൊക്കെ പറയും, ബഹുമാനപ്പെട്ട മേയർ ചന്ദ്രിക മാഡമായിരുന്നു നമ്മുടെ ഇവിടെ വരുന്നത്. പക്ഷെ ഞാൻ ഇത്ര ഫോർമാലിറ്റി ആയിട്ടൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ, ഇൻട്രൊഡക്ഷൻ ഓഫ് കോഴ്സ് എപ്പോഴും ഒരു ഫോർമാലിറ്റി വേണം. പക്ഷേ ചന്ദ്രിക മാഡം പറയാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ ഞങ്ങൾ കുറവങ്കോണത്തോട് താമസം മാറ്റിയപ്പോഴത്തേക്കും ആൻറ്റി അവിടെ ശരിക്കും കൗൺസിലറായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ആൻറ്റീനെ എനിക്കറിയാം. അതുകൊണ്ട് ആൻറ്റി എന്ന് വിളിച്ചു വരുന്നത്. ആൻറ്റി എന്നോട് ഇടിച്ചക്ക തോരനാ പറഞ്ഞേ. പക്ഷേ ഞാൻ എന്നാന്നറിയാവോ, അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷ് കൂടെ ചെയ്യുന്നുണ്ട്. അതെന്നാന്നോ, ചീര സാമ്പാർ എന്ന് പറയും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ തോരനും ചീര സാമ്പാറും വെച്ച് ഒരു ദിവസം എനിക്ക് വേണ്ടി ചോറിൻ്റെ കൂടെ ഇത് രണ്ടും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? അപ്പം അറിയാം നമുക്ക് ശരിക്കും ഒരു ജങ്ക് ഫുഡിൻ്റെയും നമ്മുടെ നാടൻ വിഭവത്തിൻ്റെയും വ്യത്യാസം. ആദ്യമൊക്കെ ചക്ക എന്നൊക്കെ തോന്നും, പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം എൻ്റെ ടേസ്റ്റ്. ഇപ്പം ഞാൻ അരപ്പും എല്ലാം ചേർത്തു, ചക്കയും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഈ ചക്ക പ്രത്യേകമല്ലേ നമ്മൾ വേവിച്ച തോരൻ പ്രത്യേകം, അതിൻ്റെ കൂട്ട് പ്രത്യേകമാക്കിയത്. ഇനി നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കി. അപ്പം ഇനി ഈ ചക്കയിലോട്ട് ആ തോരൻ്റെ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒന്ന് പിടിക്കണം.
അതിന് വേണ്ടി ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി രണ്ടുപേരും എന്നാ പറയുക, തോരൻ്റെ കൂട്ടും ചക്കയും രണ്ടുപേരും കൂടെ ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അതിന് ഇച്ചിരി സമയം എടുക്കും, ഒരുപാടൊന്നുമില്ല, കുറച്ച്. ചക്ക നല്ലതായിട്ട് പിടിച്ച് അതിൻ്റെ അരപ്പൊക്കെ അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറി ഇപ്പോൾ കണ്ടോ നമ്മുടെ തോരൻ പോലെ നല്ലതായിട്ട് എന്നാ പറയുന്നത് ഡ്രൈ ആയിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ട്. ഇതിനോടുള്ള സ്വാദ് ശരിക്കും വേറൊരു തോരൻ വെച്ചാൽ വരികയില്ല കേട്ടോ. ഇനി നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തേച്ചാൽ മാത്രം മതി. നിറയെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇടണം. ഉഴുന്നുപരിപ്പ് മൊരിയണം. കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആ തോരൻ കഴിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി കടിക്കാൻ കിട്ടും. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ഡിഷാണ്. ഇനി അടുത്ത ഹെൽത്തി ഡിഷ് എന്നാന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചീര സാമ്പാറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ശരിക്കും നമ്മൾ എന്നാ പറയുക, കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി. കാര്യം വേറൊന്നുമല്ല, എപ്പോഴും നമ്മൾ ചിക്കനും മീനും ഒക്കെ വറുത്തും മൊത്തത്തിൽ ബഹളമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇച്ചിരി ആരോഗ്യമൊക്കെ തരാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ മൊത്തം വെജിറ്റേറിയൻ ആണ്. ഇനി അടുത്ത എന്നാന്ന് പറയുക, ചീര സാമ്പാറാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ചീര നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചേക്കുക. ഇതിപ്പോൾ നമ്മൾ ചന്തയിൽ പോയി മേടിക്കുവാന്നേൽ ഒരു പിടി ചീര ധാരാളം മതിയാവും. അതിൻ്റെ തണ്ടൊന്നും വേണ്ട. ചീരയുടെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് ഉണ്ടാവുന്ന ആ ഇലയിലോട് ചേർന്നിരുന്ന തണ്ട് മാത്രം അരിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു 10 രൂപയുടെ ചീര മാത്രം വാങ്ങിച്ച് ചെയ്താൽ മതി. തണ്ടെടുക്കരുത് സാമ്പാറിന്. പക്ഷേ ഈ തണ്ട് കൊണ്ടും ഗുണമുണ്ട്. കാര്യം എന്നറിയോ, ആ തണ്ട് വെച്ച് അവിയൽ ചെയ്യും. അതിപ്പോൾ പറഞ്ഞു തരുന്നില്ല, വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു തരും. പിന്നെ വേണ്ടത് പരിപ്പ്, സാമ്പാർ പരിപ്പ് നല്ല വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്നതാ. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി പരിപ്പ് വേവിക്കുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കാം. അതല്ലെങ്കിൽ പരിപ്പ് മാത്രം വേവിച്ചാലും മതി. ഇച്ചിരി മഞ്ഞയും കൂടി ഇട്ട് പരിപ്പ് വേവിക്കുക. പിന്നെ ഒരു തക്കാളി. തക്കാളി എപ്പോഴും ചേർക്കുമ്പോൾ പുളി നോക്കിക്കോണം. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. അത് നമ്മുടെ കുടംപുളിയല്ല, വാളം പുളിയാണ് ഇത് പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കായം, പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയുള്ള കടുക്, വറ്റൽമുളക് വേണം. സാമ്പാറിലിടാൻ കുറച്ച് പച്ചമുളക്, അത് നമ്മുടെ എരിവൊക്കെ അനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇതെല്ലാം പോയിട്ട് എൻ്റെ കയ്യിൽ എന്നാന്നറിയോ, കുറച്ച് സാമ്പാർ പൊടിയുണ്ട്. കൂട്ടെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടിയായത്. അതായത് അമ്മമാരൊക്കെ ചെയ്യും, വറ്റൽമുളക്, മല്ലി, ഇതെല്ലാം കായം ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെക്കും. അങ്ങനെ പൊടിച്ചു വെച്ചേക്കുന്ന ഒരു സാമ്പാർ പൊടിയായത്. എന്നാൽ ഇപ്പം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നത്തിനാണ് ഇതൊന്നും കൂടെ ചോദിച്ചാൽ ഒരു കുറച്ച് ഡിഫറൻസ് വരും ആ സാമ്പാറിന്. സാമ്പാർ വെക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പാനിൽ വെക്കാം. ആദ്യം നമുക്ക് പരിപ്പിടണം. തീ നല്ലതായിട്ട് കുറയ്ക്കുക. പരിപ്പ് നല്ലതായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് തക്കാളി, കുറച്ച് പുളി എപ്പോഴും കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച് ഇതിനകത്തോട്ട് ചീര ഇടണം. സാമ്പാറാകുമ്പോൾ അതിന് ചാറ് തന്നെ വേണം. അപ്പം നമ്മൾ വെള്ളം ചേർക്കണം. പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടി, കുറച്ച് പച്ചമുളക്, കുറച്ച് കായപ്പൊടി. ഇതിനകത്ത് ഒരുപാട് കായ ഇടണ്ട, ഒരു കുറച്ച് മതി. ഇത്രേ ഉള്ളൂ. ഇനി എന്ന് പറഞ്ഞാൽ ഈ ചീരക്കകത്തോട്ട് അധികം വേവില്ലാത്തതുകൊണ്ട് വലിയ സമയമൊന്നും എടുക്കുകയല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് കുറച്ച് നേരം നമുക്ക് അടച്ചിടണം, എന്നാലേ ചീര വേവത്തുള്ളൂ. കുക്കറാണെങ്കിൽ ഒരു പ്രഷർ എടുത്താൽ മതി. അടച്ചിടുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഇട്ടില്ലല്ലോ, ഉപ്പിടണ്ടേ. എപ്പോഴും തക്കാളിയും കൂടെ വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി, ഇല്ലെങ്കിൽ ചേർക്കരുത്.
ഉപ്പും പുളിയും എല്ലാം നമ്മളത് ഈ ഫുൾ ഇൻഗ്രീഡിയൻ്റ് ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും വെന്ത് അതിനാ പരുവാകുമ്പോൾ ശേഷം മാത്രം ബാക്കി ചേർക്കാവുള്ളൂ. ഇതിന് കടുക് വറുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കടുക് വറുക്കുന്ന സമയത്ത് നമുക്ക് തനി ഉലുവ വേണമെങ്കിൽ ഇടാം. ഇതല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുന്ന സമയത്ത് ഉലുവാപ്പൊടി ഇടാം. ഇതിപ്പോൾ ഞാൻ സാമ്പാർ പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടി എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഉലുവ എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉലുവ ഇതിനകത്ത് ഇടാത്തത്. അതല്ല നമ്മൾ തനിയെ ചേർക്കുന്നതെങ്കിൽ ഒരുപാടൊന്നും ഇടരുത്, ഉലുവ ഒരുപാട് ഇട്ടാൽ കഴിക്കും. അതുകൊണ്ട് എന്നാ പറയുന്നത്, ഇത്രയും പോകുന്നതിനാണെങ്കിൽ ഒരു 2 നുള്ളൊക്കെ ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് സാമ്പാറൊക്കെ തീയലും ഒക്കെ കടുക് വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി ഇട്ട് കടുക് വറുക്കുന്നത് തന്നെയാണ് കേട്ടോ സ്വാദ്. അതിനകത്തോട്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി മൂക്കുന്ന സമയം ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നോ, ഈ സാമ്പാർ നമ്മൾ വേവാൻ വെച്ചില്ലേ, ഇതിനകത്ത് നമ്മളൊരു 2 സാധനം ചേർക്കും. കുറച്ച് ശർക്കരയും കുറച്ച് നെയ്യും. അപ്പോഴേ നിങ്ങളുടെ മുഖമൊക്കെ ഈ ശർക്കരയും നെയ്യോ സാമ്പാറിനകത്തോ? ഞാനും ഇതേ എക്സ്പ്രഷനായിരുന്നു ആദ്യമായിട്ട് കേട്ടപ്പോൾ. പക്ഷേ നമ്മൾ കടുക് വറുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല എന്നുണ്ടെങ്കിൽ നെയ്യിലായാലും കടുക് വറുക്കാം. ആ നെയ്യുടെ ഒരു സ്വാദ് അങ്ങനെയൊന്നും വരത്തില്ല. ഇതിൻ്റെ കൂടെ ഇത്രയും ശർക്കരയൊന്നും ഇടരുത്, ഒരു പൊടിക്ക്. അപ്പോൾ ഈ നെയ്യും ശർക്കരയും എല്ലാം കൂടെ ഈ സാമ്പാറിനകത്തോട്ട് കിടന്ന് നല്ലൊരു സ്വാദാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കടുക് വറുത്തത് നല്ലതായിട്ട് വറുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒഴിക്കുവാണെങ്കിൽ സാമ്പാർ വിളമ്പി വെച്ച് പാത്രത്തിനകത്തോട്ട് വിളമ്പി വെച്ചിട്ട് ഇത് ഒഴിക്കുന്നതാ ഏറ്റവും നല്ലത്. നല്ല മണവും വരും. ഇനി കടുക് വറുത്തതും ഇത് എല്ലാം കൂടെ കിടന്ന് ഈ സാമ്പാറിനകത്തോട്ട് നല്ലോണം പിടിക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് മേറാൻറ്റി വരുമ്പോൾ നല്ല ചൂട് സാമ്പാറും തോരനും പപ്പടവും ഒക്കെ വെച്ച് നല്ല ചൂടായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ സാമ്പാർ വേവാൻ ഇച്ചിരി സമയം വേണം. നമ്മുടെ ഉണ്ടാക്കിയ എന്നാ പറയുന്നത് ഇടിച്ചക്ക തോരനും ചീര സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമസ്തേ ആൻറ്റി. നമസ്തേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോൾ തന്നെ ആൻറ്റീനെ വരത്തുള്ളൂ. ഈ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ അടുക്കളയിൽ വന്നിട്ട് ആദ്യം എൻ്റെ അടുക്കള ഒന്ന് കാണണം. കണ്ടതിന് ശേഷം നമുക്ക് ഇരുന്ന് വർത്താനം പറയാം അല്ലേ? ആൻറ്റി ഒന്ന് നോക്കി എൻ്റെ അടുക്കള കൊള്ളാമോ എന്ന്. ഈ പറഞ്ഞുകൊണ്ട് ആൻറ്റി ഇന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഇടിച്ചക്ക തോരനാ പറഞ്ഞേക്കുന്നത്. ആൻറ്റിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഒരു പക്ഷേ നാട്ടുമ്പുറത്തുകാരി ആയിരുന്നോണ്ടായിരിക്കും. അന്നൊക്കെ ആ വിഭവങ്ങളാണല്ലോ കൂടുതലുള്ളത് വീടുകളിലെ. ചക്ക, മാങ്ങ അങ്ങനെയൊക്കെയാണല്ലോ. അല്ലാതെ നമ്മൾ ഈ മേടിക്കുന്ന കോളിഫ്ലവറും കാബേജും ഒക്കെ ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത് വരുമ്പോഴാദ്യമായിട്ട് കൂടിയില്ല. എന്റെ വീട് മധ്യ തിരുവിതാംകൂറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അന്നെല്ലാം നമ്മുടെ ഈ നാട്ടുവിഭവങ്ങൾ മാത്രമായിരുന്നു. ചക്കയും ചക്കക്കുരുവും മുരിങ്ങക്കായും കാച്ചില് ചേന ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ശരിയാട്ടോ, ആന്റി പറഞ്ഞ ഒത്തിരി സത്യ. ഈ പറഞ്ഞ പോലെ ചക്ക വേവിച്ച് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാന്ന് പറഞ്ഞ ഏറ്റവും സ്വാദ് വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ പിന്നെ തിന്നിട്ടല്ലേ അല്ലേ ആന്റി? എന്തായാലും പറഞ്ഞ ആന്റി, നമുക്ക് ഇരുന്ന് വർത്താനം. പിന്നെ എന്നാ ഉണ്ട് ആന്റി വിശേഷങ്ങളൊക്കെ പറഞ്ഞേ? ആന്റിയുടെ കണ്ടിട്ട് കുറെ നാളെ. ശരിക്കും പറഞ്ഞ കൗൺസിലർ ആയിരുന്നിരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വർത്താനം പറഞ്ഞല്ലേ. ആന്റി ശരിക്കും മേയറായ പിന്നെ ആന്റിയെ കാണാൻ കിട്ടുന്നില്ല. ഈ പറഞ്ഞ കൂട്ട് വല്ല ഫംഗ്ഷൻ ഒക്കെ കാണുമ്പോ ആ ആന്റി എന്ന് മാത്രം പറയുന്നതേ ഉള്ളൂ. മോൻ എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അങ്കിള് സുഖമായിട്ടിരിക്കുന്നു. മരുമോൾ എന്നാ പറഞ്ഞു? ഭയങ്കര കലാതിലകാട്ടോ. മരുമോള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കാണോ? ഈ ഇടിച്ചക്ക തോരനൊക്കെ വേണോന്ന് പറഞ്ഞു തന്നെ ആന്റി. അതിനെ വെല്ലാൻ ഒരു തോരനും ഇല്ല. അത് തന്നെ ഏറ്റവും സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ ചക്കയും കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലേ? അതുപോലെ ചക്ക അവിയല് വലിയ ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ആന്റി ഇപ്പൊ പറഞ്ഞില്ലേ ചക്കത്തോരൻ ആന്റിക്ക് ഏറ്റവും ഇഷ്ടം. ചക്ക എന്നാ പറയുന്നത് ഒത്തിരി ഇല്ല ആന്റി. മാങ്ങ ഈ പറഞ്ഞ പോലെ തന്നെ ചേമ്പന്തണ്ട് തോരൻ വയ്ക്കും. നമ്മുടെ നാട്ടിലൊക്കെ ചേമ്പന്തണ്ട് തോരൻ വയ്ക്കും, ചേനത്തണ്ട് തോരൻ വയ്ക്കും, കൂമ്പ് തോരൻ വയ്ക്കും. കൂമ്പ് തോരനൊക്കെ എന്നാ സ്വാദാ. ആന്റി എന്നാ പറയുന്നത് ഇപ്പത്തെ പിള്ളേരോട്? ഞാൻ പറയാം, ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. വീട്ടിലെ ആഹാരം തന്നെ കഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ വീട്ടിലെ ആഹാരം കഴിവതും. വീട്ടിൽ പോലും ചിലപ്പോൾ നമ്മൾ പാകം ചെയ്യുന്നത് അത്രത്തോളം ഈ
എന്താ വെച്ചാൽ കിട്ടുന്ന അത് വെച്ചാണല്ലോ നമ്മൾ പാചകം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആട്ട മേടിക്കുവാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നതല്ലേ മേടിക്കുന്നത്, പൊടിയായിട്ടാണ് മേടിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ആണെന്ന വരിയിൽ ഗോതമ്പ് മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുമായിരുന്നു. അതിനൊന്നും ഇപ്പൊ ആർക്കും സമയമില്ല. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി. അതുപോലെ മുളക് പൊടിച്ചെടുക്കുക, മഞ്ഞൾ പൊടിച്ചെടുക്കുക. മഞ്ഞളൊക്കെ പൊടിച്ച് നമ്മൾ വാങ്ങി പൊടിച്ചേ ഉപയോഗിക്കാവുന്ന എൻ്റെ അഭിപ്രായം. മല്ലി നമ്മൾ പൊടിച്ചെടുക്കുക. ഇതെല്ലാം അത്രയുമായാൽ നമുക്ക് അത്രയും വിഷത്തിൽ നിന്ന് മുക്തമാകും. അങ്കിൾ ഒരു നാടനല്ല. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന് ജനിച്ചത് വളർന്നൊക്കെ സിംഗപ്പൂരില്ല. അപ്പൊ പുള്ളിക്കാരൻ അന്നേ ഈ നൂഡിൽസും ഇങ്ങനത്തെ ഒക്കെ തിന്ന് വളർന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഇടിച്ചക്കത്തോരൻ ഇഷ്ടമാണ് കേട്ടോ. ഞാനത് വെച്ച് കൊടുത്ത് തിന്നപ്പോ ഇത് കൊള്ളാമെന്ന് പറയും. ഏറ്റവും നല്ല ഫുഡ് അത് ഇടിച്ചക്കത്തോരൻ. ഇല്ല, ദിവസവും ഇല്ലെങ്കിലും കിട്ടുമ്പോഴൊക്കെ ഇടിച്ചക്ക കിട്ടുമ്പോഴെല്ലാം ഇടിച്ചക്ക തോരൻ വെക്കും. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ചോദിക്കാം, നമ്മുടെ ഈ വേസ്റ്റ് ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാ അല്ലേ? അതിന് ആന്റി ശരിക്കും ഈ ഹോട്ടലിലുള്ള വേസ്റ്റ് അല്ലാത്ത നമ്മുടെ വീടുകളിൽ തന്നെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ വീടുകളിൽ അതിൻ്റെതായിട്ടുള്ള ഇത്ര വേസ്റ്റ് എന്നേ ഉള്ളൂ. പക്ഷെ വെളിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഒരുപാടുണ്ട്. ഇതെന്നാ ചെയ്യും? നമ്മുടെ നഗരത്തില് നമ്മൾ ഈ ഇറച്ചി മാലിന്യം എല്ലാം കൊണ്ടുപോകാനായിട്ട് അമലക്കൊക്ലിന് വന്നിട്ടുണ്ട്. അവരെല്ലാം എടുത്തു കൊണ്ടുപോകും, മിക്കവാറും അവർ കൊണ്ടുപോകും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കല്യാണ മണ്ഡപങ്ങളെല്ലാം അവരവരുടേതായിട്ടുള്ള സ്വന്തം സംവിധാനം വെക്കാൻ പറഞ്ഞു, ഫ്ലാറ്റുകളിൽ വെക്കാൻ ആവശ്യപ്പെട്ടു. വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ബിന്നാണ് ഞാൻ നോക്കിയത് ഏറ്റവും നല്ലത്. ആ വലിയ കിച്ചൺ ബിൻ വേണമെങ്കിൽ വലിയ കുറച്ച് ഹോട്ടലുകൾക്ക് ഉപയോഗിക്കാം, ചെറിയ കിച്ചൺ ബിൻ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക് കിച്ചൺ ബിന്നാണ്. ഒരു ഇത്രയുള്ള ഒരു ഡപ്പ പൊക്കമുള്ള നമ്മുടെ ഒരു സിമെന്റ് നമ്മുടെ ഗ്യാസ് കുറ്റി പോലെ ഇരിക്കും, അത്രയും പൊക്കമുള്ള. അതിന് അടപ്പും ഹോളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ചകിരിച്ചോറ് പ്രോസസ്സ് ചെയ്ത ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറാണ് അതിൻ്റെ ആദ്യം അടിയിലിടുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേസ്റ്റ് ഇടാം. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ ചകിരിച്ചോറിട്ടാൽ അതങ്ങ് വേഗം വളമാവും, സ്മെല്ലൊന്നും കാണത്തില്ല. അടുക്കള വേണേലും വെക്കാം. ഓ, അത് ശരി. അപ്പൊ നമ്മള് വീട്ടുകാർ തന്നെ അത് പ്രിപ്പയർ ചെയ്യണം? അല്ല, മേടിക്കാൻ കിട്ടും, നമുക്ക് വിലക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ ഈ വേസ്റ്റ് ഇടുന്നോറും ഈ ചകിരിച്ചോറ് എന്ന് പറയുന്ന അത് ഇതുമായിട്ട് അങ്ങ് കലർന്നിട്ട് അങ്ങ് വളമായി മാറും. അല്ല, ഒന്നാന്തരം വളമാത്. ഓ, അത് ശരി. അപ്പൊ എല്ലായിടത്തും അത് ഇതൊരു നല്ലൊരു ഉപായമാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട് നീള ഒരു എന്നാ പറയുന്നത് ഒരു റൂള് പോലെ അങ്ങ് ആക്കി എല്ലാരും മേടിക്കണം. വാസ്തവത്തിൽ എല്ലാരും കിച്ചൺ ബിൻ, ഈവൻ ഈ പിന്നെ പൈപ്പ് കമ്പോസ്റ്റിനെക്കാട്ടി നല്ലതാണ് കിച്ചൺ ബിന്ന്. മറ്റാണെങ്കിൽ എലി വന്ന് തുറക്കും, ഇതൊന്നുമില്ല. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ആന്റി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോലും ആന്റിയുടെ കാണുന്ന ഒരു കാഴ്ചയാ. ഒന്നും വേണ്ട, എന്റെ വീട്ടിൽ കയറുന്ന കയർലി നഗറിൽ ആന്റി കയറുമ്പോ കണ്ടിട്ടില്ലേ ഓരോ കവർ കൊണ്ട് എറിഞ്ഞേക്കുക. പക്ഷെ അതിന്റെ എതിരെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെതിരെ വലിയ ബോധവൽക്കരണം ഒരുപാട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോയാൽ അവരനുസരിക്കും, പക്ഷെ തിരിച്ച് അവർ തന്നെ ഇവിടെ വന്നാൽ അനുസരിക്കത്തില്ല. അതാണ് നമ്മുടെ ഒരു കൾച്ചർ. അതാണ് ഇവിടെ എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടുത്തെ ശിക്ഷാവിധികളൊക്കെ വളരെ ചെറുതാണ്, അത്ര വലിയ നമുക്ക് ഇമ്പോസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരനുസരിക്കത്തില്ല. ഞാനൊരു വീട്ടമ്മയാണ്. ശരിക്കും ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആന്റി എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചവറ് കിടക്കുന്നെന്ന് വെച്ചോ, ഇത് തിന്നാനോ ഇഷ്ടംപോലെ പട്ടികളാ. സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് നടന്ന് തന്നെ സ്കൂളിൽ പോകുന്നത്, പക്ഷെ അവനെ റോട്ടിൽ വിടാൻ എനിക്ക് പേടിയാ, പട്ടി കടിക്കും. ഇല്ല ആന്റി, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാൻ, നിങ്ങളത് വീട്ടിൽ വളർത്തപ്പാ. ഈ നാട്ടിലെ ഈ തെരുവിൽ ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നമ്മൾ വന്ധീകരിച്ച് വാക്സിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പട്ടി കടിച്ചാൽ പിന്നെ നമ്മൾ വിഷ വാക്സിൻ എടുക്കണ്ടായോ? എത്ര വന്ധീകരിച്ചെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ കടിക്കാതിരിക്കത്തില്ല. ഈ തെരുവ് വളർത്തുന്ന സമ്പ്രദായം അങ്ങ് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും നായ്ക്കളെ തെരുവി വളർത്താൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണം, സത്യമായിട്ടും ഉണ്ടാക്കണം. ആന്റി എന്നാന്നറിയോ ഞാൻ പറയുന്നേ, ഈ ചുമ്മാ വർത്താനം പറയുന്നവർക്ക് പറയാം ഇല്ലേ, അവർക്കൊരു അനുഭവം വന്ന് കഴിയുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ തന്നെ അതിന്റെ ഈ പേപ്പറിൽ ഞാൻ കണ്ടു എത്ര കുഞ്ഞുങ്ങളെയാ കടിക്കുന്നത്, കുട്ടിയുടെ കണ്ണുമൊക്കെ കടിച്ചു. എന്നിട്ടും ഈ അവരെ മൃഗസ്നേഹികളെന്ന് പറയാൻ പറ്റത്തില്ല, പട്ടി സ്നേഹികളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവരാരും മൃഗസ്നേഹികളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പക്ഷിപ്പനി വന്നപ്പം താറാവിന്റെ കുഞ്ഞുങ്ങളെ തീക്കകത്തോട്ട് എറിഞ്ഞു കൊന്നപ്പോൾ ഇവരാരും അനങ്ങിയില്ലല്ലോ. അത് സത്യം. ഒരു മനുഷ്യനെങ്കിലും സത്യം പറഞ്ഞാൽ അതിനെ എടുത്ത് തീരോട്ട് എറിയുന്ന കണ്ടിട്ട് ഞാൻ TV ഓഫ് ചെയ്തു. നമുക്ക് സഹിക്കാൻ തോന്നിയില്ല. ഇവരാരും അനങ്ങിയില്ല. എന്നാൽ അത് ദോഷം ചെയ്യുന്ന ഒരു ജന്തുവല്ല. പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെയാണ് കുട്ടനാട്ടെല്ലാം
ഈ താറാവിനെ തീയിലെറിഞ്ഞു കൊന്നത്. അപ്പോൾ ഇവരുടെ മൃഗസ്നേഹം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളോടുള്ള സ്നേഹമല്ല, ഇതെല്ലാം ഈ പേവിഷ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളോടുള്ള സ്നേഹമാണ്. ഇവരെല്ലാം ഫ്ലൈറ്റിൽ വരുന്നതൊക്കെ എങ്ങനെയാണ്? ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം സമരത്തിന് അവർ ഫ്ലൈറ്റിലാണ് വന്നെന്ന് അവർ തന്നെ പറയുന്നത് കേട്ടു. അവർക്ക് ആരാണ് ഇത്ര വലിയ മൃഗസ്നേഹം ഉണ്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കയറ്റി വിട്ടാലോ ഇവരുടെ കൂടെ നമുക്ക് വേണ്ട എന്തായാലും അതാ, ഞങ്ങൾക്ക് സ്നേഹിക്കാനൊട്ട് സമയവും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയാം. അന്ന് അവർ കൊണ്ടുപോകും. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇത് വളർത്തണം നല്ല നിർബന്ധമില്ല. അന്യനാട്ടിൽ കൊണ്ടുപോയിക്കോ, ഇല്ലേ? നമുക്ക് ഒരു വിരോധമില്ല. വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വിട്ടുകൊടുക്കാം, ചെലവ് നമ്മൾ വഹിച്ചോളാം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് വരുന്നത് നമ്മൾ സഹിക്കുകയില്ല. അത് ഞാനെന്നല്ല, ഒരമ്മമാർക്കും സഹിക്കാൻ ഒക്കത്തില്ല. അതിന് ശരിക്കും ആന്റി ഒരു നടപടി തീർച്ചയായിട്ടും എടുക്കും. അതിന് നടപടി നമുക്ക് അതിന് നിയമം മാറ്റിയാലേ പറ്റൂ. നിയമം ഉണ്ടാക്കുന്നത് നഗരസഭയല്ല, നിയമം ഉണ്ടാക്കുന്നത് നിയമനിർമ്മാണ സഭയും പാർലമെൻറ്റുമാണ്. പാർലമെൻറ്റിൽ നിയമം ഉണ്ടാവണം. പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുന്നത് തെരുവിൽ നായ്ക്കളെ വളർത്താൻ പാടില്ല എന്ന് നിയമം പാർലമെന്റിൽ പാസ്സാക്കിയത്. അതെ, നമ്മുടെ സിറ്റിയിൽ ഒരു രീതിയിൽ ഒന്ന് മുന്നോട്ട് വെച്ചാൽ എത്രയായാലും ഒരു ചോദ്യം വരുമല്ലോ. അപ്പൊ നമുക്ക് ആൻസർ എപ്പോഴോ പറഞ്ഞു നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ലോ, നഗരസഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ടുള്ള കാര്യം ഈ വന്ധീകരണവും വാക്സിനേഷനും ഒന്നും പറഞ്ഞാൽ അതൊന്നും വന്ധീകരിക്കുകയും വാക്സിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നായ്ക്കളെ അവരവരുടെ വീട്ടിൽ വളർത്തിക്കോട്ടെന്നേ. ശരിയാ, തെരുവിൽ എന്തിനാ വളർത്തുന്നത്? നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതിനെ വന്ധീകരിച്ച് വാക്സിനേറ്റ് ചെയ്ത് പിടിച്ചടത്ത് കൊണ്ട് വിട്ടോണമെന്ന്, അതിൻ്റെ ഹാബിറ്റാറ്റിൽ തന്നെ വിട്ടോളണമെന്നാണ് നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള തലസ്ഥാന നഗരത്തിലെ ഒട്ടുമുക്കാലും എണ്ണത്തിനെ വന്ധീകരിച്ച് കഴിഞ്ഞതാണ് വാസ്തവത്തിൽ. ഏറ്റവും ഇപ്പോൾ ഞങ്ങൾ ഈ ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണലിൽ പോയി നമ്മൾ പിടിച്ചോണ്ട് വരുന്ന പട്ടിയൊക്കെ നോക്കുമ്പോൾ വന്ധീകരിച്ചതാണ്. അപ്പൊ ഇത് തന്നെയാണല്ലോ കടിക്കുന്നത് എല്ലാവരും. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ബലമായിട്ട് ആവശ്യപ്പെടാം. പാർലമെന്റില് ഈ തെരുവില് നായിനെ വളർത്താൻ പാടില്ല നിയമം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ട്, ഒരു സംശയമില്ല. ഞാൻ ആന്റിയുടെ കൂടെ നിൽക്കാം. കാര്യം എനിക്കും മക്കളുണ്ട്. അവരെ എനിക്ക് ധൈര്യപൂർവ്വം എന്റെ വീടിന്റെ പുറത്തോട്ട് ഇറക്കണ്ടേ. ഈ കാറിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞ് കുട്ടികൾ വളരാൻ പാടില്ല. നമ്മുടെ ജീവിത രീതി അനുസരിച്ച് വേണം തന്നെ കുട്ടികൾ മുന്നോട്ട് പോവാൻ, അല്ലേ ആന്റി? ഇത്രയും ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ട് പാർലമെന്റ് വരെ. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് നഗരത്തിലേക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ചെയ്യാനുള്ള ഒറ്റ ഈ നടപടി മാത്രമേ ഉള്ളൂ, വന്ധീകരിക്കുക, വാക്സിനേറ്റ് ചെയ്യുക. എന്നാൽ ഈ നമ്മൾ നേരെ ആശുപത്രി ചെല്ലുമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ വാക്സിനേഷൻ ഇല്ല, മരുന്നില്ല. പിന്നെ എന്നാ ചെയ്യും ആന്റി? ജനങ്ങൾ എന്തോളം കടിച്ച് മരുന്നെല്ലാം തീരുന്നു. ഒരു വർഷം ഒരു ഭരണകൂടം മേടിക്കുന്ന വാക്സിൻ എത്ര കോടിയുടെയാണെന്ന് അറിയാമോ? അപ്പൊ ഇത് ആളുകളെ കടിച്ചാലല്ലേ ഇതിന് ചെലവ് വരത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വൃത്തിയുടെ മനസ്സല്ലേ ആണ്. അതാണല്ലോ അവർ പ്ലെയിനിൽ കയറി വരുന്നത്. അല്ല, പ്ലെയിനിൽ കയറി വന്ന് അവർ വാക്സിനേഷൻ കൊടുത്തിട്ടും പോകുന്നു, പക്ഷെ അനുഭവിക്കുന്നത് അപ്പൊ മറ്റുള്ളവരെ എന്തോ പറയുന്ന ഒരുമാതിരി സാഡിസമാന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും സാഡിസമാ. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഏതോ ഒരു രാജ്യത്ത് നാഗാലാൻഡാന്ന് തോന്നുന്നു പട്ടിയെ കൊന്നു തിന്നുന്ന രാജ്യം. അത് നമുക്ക് അവിടെ കൊണ്ടുവിട്ട് കൊടുക്കാം. അല്ല, നമുക്ക് വേണ്ടേ? അല്ല പിന്നെ എന്നാ ചെയ്യുന്നേ? എന്തായാലും ഇപ്പൊ ആന്റി, ഞാൻ ആന്റിക്ക് ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ എന്നാ പറയുന്നത്, പോഷകമായിട്ടുള്ള ഒരു ചീര സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇലക്കറികളായിട്ട് നമുക്ക് ഇന്ന് ആന്റിക്ക് തരാം. ആന്റി കഴിച്ചു നോക്കും. എന്തായാലും വെറും പ്ലേറ്റില് ചോറ് വിളമ്പാൻ പാടില്ല എന്ന് പറയും അല്ലേ ആന്റി? പെട്ടെന്ന് കറി വിളമ്പിയിട്ടേ വിളമ്പാൻ പാടുള്ളൂ എന്ന് പറയും ചോറ്. ഇതാണ് ചീര സാമ്പാർ. ആന്റിയുടെ ഒരു ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ എന്നാന്നറിയാവോ? ആന്റി മോൻ എത്ര വയസ്സായെന്നറിയാവോ? കല്യാണം കഴിച്ച് പിള്ളേരായില്ല, പക്ഷെ എന്നാലും കല്യാണം കഴിച്ച് അതൊക്കെ ആയിട്ട് പോലും ആന്റി വാരിക്കൊടുക്കും. ഒന്നല്ല ചോദിക്കേ, മോനും അതെ മോക്കും അതെ. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ആന്റി ഇപ്പൊ എനിക്കൊരു ഉരുള വാരി തരണം. മോനും മരുമോക്കും മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കും കൂടെ കഴിക്കണ്ടേ അല്ലേ? അത്രയും നല്ലൊരു അമ്മയുടെ മനസ്സും കൂടെ ആന്റിക്ക് ഉണ്ട് ശരിക്കും. ആന്റി, ഈ ചീര സാമ്പാർ ആന്റിക്ക് ഞാൻ പറഞ്ഞു തരാം, ഒഴിച്ചേർത്തെ.
വെക്കുന്ന ഇപ്പൊ ഈ മറ്റു സാമ്പാറിനെക്കാട്ടിൽ ചീര സാമ്പാർ വെക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാ, കാരണം ഇത്രയും അരിയുണ്ടല്ലോ. അത് നേരാ, ഇത്രയും പച്ചക്കറി അരിയണ്ട. ചീരയ്ക്ക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. HB കൂടാൻ നല്ല ഒരു അല്ലേ? അതെ. അതുകൊണ്ട് ആന്റി ജങ്ക് ഫുഡ്സ് വിട്ടിട്ട് ഇതിനെ പറ്റി നമ്മുടെ യൂത്തിനേക്ക് ഒരു ക്ലാസ് തരണം കേട്ടോ. ഇതിനൊക്കെ രുചികളും ഇതിന്റെ രുചിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തോ ആണ് ഈ 3 കൂട്ടാൻ ഒരു പപ്പടം ആയപ്പോ സന്തോഷം അല്ലേ, തൃപ്തിയായി. ശരിക്കും ആന്റി എനിക്ക് വാരി തന്നെ. ടേസ്റ്റ് ഉണ്ടോ? പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പൊ എനിക്ക് മേറാൻറ്റി അതാ നല്ലത്. മേറുമായി എന്റെ ആന്റിയായി. വാരി തന്നതിനെക്കാട്ടിലും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഒരമ്മ ഒരു ഉരുള വാരി തന്നാൽ ഉണ്ടാവുന്ന സ്വാദ്, ഒരു തൃപ്തി എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ എന്റെ മകൻ ഉരുട്ടിത്താന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ അതിനോട് എനിക്ക് അനൂപ്പിനോട് ഒരു ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ഇനി സമയം ഇച്ചിരി എനിക്ക് പറയാനുള്ളതാ കണ്ടോ, ഞാൻ ചീര സാമ്പാറും ഈ ഈ ഇടിച്ചക്ക തോരനും എന്ത് ടേസ്റ്റായിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ ഈ ചീര നട്ടു വളർത്തണം, ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ചീര നട്ടു വളർത്തണം. തീർച്ചയായിട്ടും ചെടിച്ചട്ടിക്ക് നമുക്ക് സ്ഥലമില്ലെങ്കിൽ ചെടിച്ചട്ടി നട്ടു വളർത്താം. അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് ചക്ക എന്ന് പറഞ്ഞത്, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഞാനിത് കണ്ടോ ഒരു ശകലം പോലും വേസ്റ്റ് ആക്കാതെ കഴിക്കുക. ആന്റി പറഞ്ഞ പോലെ ശരിയാട്ടോ, ഞാനും അതിനോട് യോജിക്കുന്നു. ഒരു 10 ചട്ടിയിൽ 10 പച്ചക്കറി നട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു സാമ്പാറിനായാലും 2 വെണ്ടയ്ക്ക മതി, അത് നട്ടു വളർത്തി ഈ പെസ്റ്റിസൈഡ്സ് ഒന്നുമില്ലാതെ നല്ല ഭക്ഷണം കഴിക്കുക. ഞാൻ പേപ്പറിൽ കണ്ടു ആന്റിക്ക് ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ 31 ആദ്യമായി എന്ന് തന്നെ ആന്റി പറഞ്ഞു. അതന്നെ ആന്റി അങ്ങനെ അല്ല, ഒരുപാട് സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളാ നമുക്ക്. ഒരിക്കൽ പോലും നഗരസഭാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിന്റെ മുഴുവൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആ കൗൺസിൽ ചെല്ലുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ വലിയ ബഹളം വയ്ക്കുക, വഴക്കുണ്ടാക്കുക, കൗൺസിൽ മുഴുവൻ അലങ്കോലപ്പെടുത്തുക, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ടൊരു കൗൺസിൽ പോയാൽ നമുക്ക് ഭയങ്കര സുഖമാണ്. മറിച്ച് അവിടെ അലങ്കോലപ്പെടുത്തുക, മൈക്കെടുത്ത് ഓടിച്ചേറിയുക, ഒരാവശ്യവും ഇല്ലാതെ കുപ്പിയും ഗ്ലാസും കൂടെ എടുത്ത് ഒറ്റയേറിയുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സംസ്കാരമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ മതി എന്ന് പറയുന്നത്. നിയമ നടപടി സസ്പെൻഡ് ചെയ്യാം, നമുക്ക് നിയമ നടപടി നമ്മൾ എത്ര കണ്ടെന്ന് നമ്മൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ സ്ത്രീയുടെ സുരക്ഷിതത്വം തന്നെ നോക്കിക്കോ. അപ്പം നിയമം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു രാത്രിയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു സുരക്ഷിതവും ഇല്ല. നിയമ നടപടി എന്ന് പറയുമ്പോൾ അതിശക്തമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ അത് വളരെ ദുർബലമായി പോവുക ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഏത് വ്യവസ്ഥയും. അതുകൊണ്ടാണല്ലോ ഇതുപോലെ ഇപ്പോൾ ഈ പീഡനങ്ങളും റേപ്പും ഒക്കെ ഒരുപാട് കൂടുന്നത്. അതുകൊണ്ടല്ലേ എന്തുമാത്രം പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകലും പീഡിപ്പിക്കലും ഒക്കെ ഒരുപാട് വയസ്സായവർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും എബ്രോഡിലൊക്കെ അതൊക്കെ ഭയങ്കര അതന്നെ. ഇവിടെ ഇപ്പോൾ 90 വയസ്സായ അമ്മൂമ്മമാർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു കർശനമായിട്ടുള്ള നിയമ സംവിധാനമൊക്കെ ഉണ്ടാവണം, കർശനമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവണം. ആ വ്യവസ്ഥ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റേഷനിലേക്കൂടെ വരണം. എപ്പോഴും അവർ രക്ഷപ്പെട്ടു പോവുക. എനിക്ക് തോന്നുന്നു പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു മനോഭാവത്തിന്റെയും കൂടി ആയിരിക്കും എന്നത്. പക്ഷെ ശരിക്കും ആന്റി അതൊരു വഴി, പിന്നെ ഒരു അടുത്ത് പേടിയെന്നൊരു സാധനം ഇല്ല. ഇല്ല ഇത്രയുള്ളല്ലോ എന്നാണ്. അതുകൊണ്ട് പിന്നെയും ചെയ്യുന്നു. ഇപ്പൊ ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തോട്ട് ഒരു പെങ്കൊച്ച് വരിക എന്ന് വെച്ചു, ഒരു ഔട്ട്സൈഡർ വരികയാണെങ്കിൽ, പിന്നെ ഒരു ഫോറിനറോ ഹൂവർ ഇറ്റ് മേ ബി എ തേർഡ് പേഴ്സൺ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യൂറിൻ പാസ് ചെയ്യണം എന്ന് വെച്ചോളൂ, അതിന്റെ ഒരു വലിയ അഭാവമുണ്ട് നമ്മുടെ ഇവിടുത്തെ. നമ്മൾ കുറെ ഈ പിന്നെ ഷീറ്റ് ടോയ്ലറ്റ്സ് ഒക്കെ വെച്ചു, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ ആരും അങ്ങനെ പോത്തില്ല ഇല്ലേ? അതൊരു ശരിക്കും ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തന്നെ ആരും പോയില്ല അതിനകത്ത്. ആന്റി ഇപ്പൊ ഇത്രയും ആന്റി ചോദിച്ചു, ആന്റി 5 വർഷമായിട്ട് മേയറായിട്ട് ഭരിച്ചു. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റും 5 വർഷമായിട്ട് ആന്റിയുടെ കൂടെ ഉണ്ട്. ഇവർ സപ്പോർട്ടായിരുന്നു ആന്റിക്ക്? ആന്റിയുടെ ഓരോ കാര്യത്തിലും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ സ്മാർട്ട് സിറ്റി വന്നപ്പോൾ തിരുവനന്തപുരത്തിന് തന്നില്ലല്ലോ, കൊച്ചിക്കല്ലേ കൊടുത്തത്. വാസ്തവത്തിൽ നമുക്കായിരുന്നു അർഹത. നമ്മുടെ അർഹത ഇല്ലാതാക്കിയിട്ടാണ് കൊച്ചിക്ക് കൊടുത്തത്.
അപ്പൊ അവരാരും ഈ തലസ്ഥാന നഗരത്തെ സ്നേഹിക്കുന്നവരല്ല, പക്ഷെ അവർ താമസിക്കുന്ന തലസ്ഥാന നഗരത്തിനകത്താണ്. ആന്റി ഇപ്പൊ നമ്മുടെ ഈ എറണാകുളം ഇത്രയും ഡെവലപ്പ് ആണെന്ന് പറഞ്ഞു, അവിടെ മെട്രോ എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ലൈറ്റ് മെട്രോ വരുന്നു എന്ന് പറഞ്ഞപ്പം ആന്റി ആ ഡിസ്കഷനിൽ നിന്ന് തന്നെ വാക്കൗട്ട് ചെയ്തു. അല്ല അത് പിന്നെ നമ്മുടെ അതിനകത്ത് അന്നൊരു വലിയ വിഷയം, നമുക്കത് വേണ്ടാഞ്ഞിട്ടല്ല. അല്ല, അത് അന്ന് ഇപ്പോൾ ശിവൻകുട്ടി MLA മായിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് തർക്കം മറ്റേ ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോക്കോട്ട് നടത്തുക. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ്, ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ ആന്റി ഒന്ന് ടാർ ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ അത് കുത്തി പൊളിച്ച് അതിനെ ഇല്ലാതാക്കുക ഇല്ലേ. തേർഡ് പാർക്കിങ്ങും ഒരു വലിയൊരു പ്രശ്നം. എന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വാഹനങ്ങളുടെ ആ എണ്ണം ഒരുപാട് വർദ്ധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഇപ്പം ഫ്ലൈ ഓവേഴ്സും ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടും ഇല്ല എന്ന പകുതിക്ക് നിൽക്കുക. നമുക്ക് ഇനി ഇപ്പം വേണ്ടിയത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പ്രസ് ഹൈവേ വേണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ലൈറ്റ് മെട്രോയേക്കാളും കൂടുതൽ എക്സ്പ്രസ് ഹൈവേ. കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുമ്പം ഒരു ഫ്ലൈ ഓവർ മുകളിലുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് സംവിധാനം ആണ് ആദ്യം നമുക്ക് ആവശ്യം, അതിന് ശേഷമാണ് ബാക്കി ഏതും. അപ്പോൾ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഞാനും ആൻറ്റിയോട് യോജിക്കുന്നു. കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിലും ഇത് കുറച്ച് നാളായിട്ട് ഞാൻ പറയാൻ ആന്റിയെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ എത്ര പ്രാവർത്തികമാവോന്ന് എനിക്കറിയത്തില്ല. ആന്റി ശരിക്കും നമ്മുടെ കന്യാകുമാരി ടു കാസർഗോഡ് നമ്മുടെ ബീച്ച് സൈഡിൽ കൂടെ തന്നെ ഒരു ഹൈവേ പോലത്തെ ഒരു റോഡ് പ്ലാൻ ചെയ്താൽ ഹൈവേക്ക് പോകുന്നവർക്ക് അതിൽ കൂടെ പോവാം. പക്ഷേ ആ ഹൈവേ ഉണ്ടാക്കുമ്പോ എൻട്രി പാസ് വെച്ച് തന്നെ പോയിക്കോട്ടെ, അതിലപ്പം സ്ട്രെയിറ്റ് ബൈ റോഡ്സ് ഉണ്ടല്ലോ, കയറുകയും ചെയ്യാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ പിന്നെ ട്രാഫിക് അതുകൊണ്ടാണ് എക്സ്പ്രസ് ഹൈവേ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ലെയർ എന്ന് പറയുന്നത് വാഹനങ്ങൾ പോകാനുള്ളത്, അതിന്റെ മുകളിൽ മെട്രോ. അതെ, അപ്പൊ നമുക്ക് സ്ഥലം വേറെ അന്വേഷിക്കണ്ട, ശരിയല്ലേ? അപ്പൊ വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയുമായി അതിന്റെ മുകളിൽ ട്രെയിനും പോവും. അങ്ങനെയുള്ള ജയ്പൂർ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, എക്സ്പ്രസ് ഹൈവേ. ഈ ലൈറ്റ് മെട്രോ വന്ന് പറഞ്ഞ സമയത്ത് ആന്റി ഈ സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പേ അവിടെ ബഹളമായല്ലോ, ഇതും കൊണ്ടാണ് ഞാൻ പോയത്. ഈ സജഷൻ കൊണ്ടാണ് പോയത്. ഇതാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് എക്സ്പ്രസ് ഹൈവേ ആണ് വേണ്ടത്. ജയ്പൂരിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അത് വെച്ച് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മെട്രോയ്ക്ക് എടുക്കുന്ന ആ സ്ഥലം തന്നെ മതി, നമുക്ക് വാഹനം പോകാനും കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടി വാഹനം മെട്രോ റെയിൽ പോകും, അതിൻ്റെ അടിയിൽ കൂടി ഈ വാഹനങ്ങളും പോകും. മനസ്സിലായോ? എനിക്കറിയാം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിറ്റിക്ക് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആന്റിയോട് അത് യോജിക്കുന്നത്. ആന്റി കഴിക്കും. കുറെ നേരമായി ആന്റിയോട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ ജനങ്ങളുടെ കുറെ ആവശ്യങ്ങൾ ഇങ്ങനെ പാവം ആന്റിയോട് പറയുക. ഇത് വെറും വേറൊന്നുമല്ല കേട്ടോ, ഒരു വീട്ടമ്മയാണ്. എന്തൊക്കെയൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ പറഞ്ഞാലൊന്നും തീരത്തില്ല, ഇല്ല ആന്റി? രാമായണത്തിലെയോ മഹാഭാരതത്തിലോ എന്നാ കാര്യം വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ, ശരിക്കും പറഞ്ഞു തരും. ഏതൊക്കെ രാമായണം, നമ്മുടെ എന്നാ പറയുന്നത്, രാമായണ മാസം ഏതൊക്കെ അധ്യായം എങ്ങനെ വായിക്കണം എന്ന് വരെ പറഞ്ഞു തരും. എങ്ങനെ ആന്റി ക്വാളിറ്റി ആന്റിക്ക് ഉണ്ടായേ? അത് എനിക്ക് കുട്ടിക്കാലം മുതൽ, എന്ന് വെച്ചാൽ അക്ഷരം ചൊല്ലി പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ വീട്ടിലെ ഒരു നിഷ്ഠയായിരുന്നു രാമായണം വായിക്കുക എന്നുള്ളത്. എല്ലാ മക്കളും വായിക്കണം. ഇപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇതെല്ലാം അറിയാം. അപ്പോൾ ആ നിഷ്ഠ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് അത് വായിച്ചു. പിന്നെ എനിക്ക് കുറച്ച് റീഡിങ് ഹാബിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ കൂടുതൽ വായിച്ചു. അതിനെ വായിച്ചപ്പോൾ പിന്നെ അതിനെ വാസ്തവത്തിൽ വിശകലനം ചെയ്ത് വായിച്ചു. അതുകൊണ്ട് എനിക്ക് ഏത് വേദി ചെല്ലുമ്പോഴും ആ വേദിക്കനുസരിച്ച് രാമായണമോ മഹാഭാരതമോ ഗീതയോ ഒക്കെ എടുത്തു വെച്ച് പ്രസംഗിക്കാൻ പറ്റും. ഇപ്പം മഹാഭാരതവും രാമായണവും തന്നെയല്ല, ബൈബിളും വായിക്കും ഞാൻ. ഇനിയിപ്പോ ഖുറാനും കൂടെ ഖുറാൻ അത് ഈ ലിപി ഇതായതുകൊണ്ട് അറിയത്തില്ല. അറബി, മലയാളമോ ഹിന്ദി ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടില്ല എനിക്ക്. ഇല്ല. അപ്പൊ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബി പഠിച്ചേ പറ്റൂ. അതിന് മാത്രം പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേയർസ്ഥാനം ഒഴിയുമ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആര് പറഞ്ഞത്? നോ വേർഡ്സ്. ശരിക്കും എനിക്ക് ഒരു കമന്റും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ അംഗീകരിച്ചു. ഇതിനകത്ത് മറുവാക്കുകൾ ഒന്നുമില്ല. ആന്റി ഇത്രയും വർഷം ആന്റി ഇത്രയും വർക്ക് ചെയ്തു, ആസ് എ മേയർ, ആസ് എ കൗൺസിലർ, ആസ് എൻ അഡ്വക്കേറ്റ്, ഒത്തിരി വർക്ക് ചെയ്തേ. ആന്റി ശരിക്കും ഒത്തിരിയും അനുഭവങ്ങൾ ആന്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ആന്റി എന്തെങ്കിലും ബുക്കോ അങ്ങനെ എന്തെങ്കിലും? ഇനിയിപ്പോ ഈ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇരുന്ന് എഴുതാം.
മേയർ ആയിട്ടും കൗൺസിലറായിട്ടും ഉദ്യോഗസ്ഥയായിട്ടും ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ പറ്റി ഒന്ന് എഴുതാം. ഓക്കെ ആൻറ്റി, അത് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നാലും എന്നാ പറഞ്ഞു, വല്ല അഡ്വക്കേറ്റ് ആയിട്ട് തുടരുന്നുണ്ടോ, അതൊരു വല്ല പത്രപ്രവർത്തകയായിട്ട് വല്ലതും തുടരുന്നുണ്ടോ? ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് തുടരും. അല്ല പിന്നെ എന്നൊക്കെ ചെയ്യും ആൻറ്റി? എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ശുചീകരണം ഏറ്റെടുക്കും. അപ്പൊ ഇനി കൗൺസിലർ സ്ഥാനത്തേക്ക് ഇല്ല അതല്ല, അതിന് ശുചീകരണം ഏറ്റെടുക്കാൻ കൗൺസിലർ ആകണ്ട. തോമസ് ഐസക് സാഹു ശുചീകരണം ഏറ്റെടുത്തത് കൗൺസിലർ ആയിട്ടാണ്. അല്ല, അതുപോലെ എത്രയോ പേര് ഇപ്പൊ ഈ നോൺ ഗവൺമെന്റ് ഏജൻസീസ് ഒരുപാട് പേര് വന്നു, അവരുടെയൊക്കെ കൂടെ ഇതിന് കൂടെ ഉണ്ടാവും. നമുക്ക് ഏറ്റവും അത്യാവശ്യം അതാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ നഗരത്തിന്റെ ശുചീകരണം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. അത് ശരിക്കും ആന്റി എന്നാ പറയുന്ന ഈ ചവറ് സംസ്കരിക്കുന്ന പ്ലാന്റ് എന്താ അടച്ചു പൂട്ടിപ്പോയി. അതന്നെ ആന്റി, അതന്നെ നാട്ടുകാരുടെ ഇതുകൊണ്ട് നാട്ടുകാരുടെ പ്രക്ഷോഭം കാരണം മാത്രമല്ല, ഗവൺമെന്റ് അന്ന് അടച്ചു പൂട്ടിയതിന് കാരണം ഒരു ഭൂരിപക്ഷമുള്ള വനിതാ മേയർ ഭരിക്കുന്ന നഗരസഭയെ തള്ളിയിടാൻ എളുപ്പമെന്ന് വിചാരിച്ചു പൂട്ടിയതാണ്. ചെറിയൊരു ഈഗോ അല്ലേ? ചെറിയ ഈഗോയോ അതിനുവേണ്ടി പൂട്ടിയതാണ്. ഭരണം വീഴുമെന്ന് വിചാരിച്ച, പക്ഷെ ഭരണം വീഴുമില്ല, പ്ലാന്റ് പൂട്ടിയും പോയി. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തെ പേഴ്സണൽ പൊളിറ്റിക്സ് കൊണ്ട് ജനങ്ങളല്ലേ ശരിക്കും വേണ്ടി ഒരു ഇതാവുന്നത്. ഒരു പ്ലാന്റ് ഇനി ഉണ്ടാക്കാനായിട്ട് വേറെ സ്ഥലവും ഇല്ല. പക്ഷെ ഈ പ്ലാന്റ് ഉള്ള സ്ഥലത്തെ പണ്ട് കാലത്ത് അതിന്റെ ചുറ്റുവട്ടം ഒന്നും ആളില്ലായിരുന്നു, പിന്നെയാണ് കുടിയേറി പാർത്തത് അല്ലേ? ആദ്യം ഈ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവിടെ ആപ്പാടെ 13 പേരെങ്ങാണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ 48 കുടുംബങ്ങളുണ്ട് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവില്. അതുകൊണ്ടാണ് അവിടെ ഇത് ഒക്കത്തില്ല എന്ന് ഇപ്പൊ മെയിൻ ആയിട്ടും പറയുന്നത് അല്ലേ? പിന്നെ അന്ന് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആന്റിയുടെ കൂടെ ശരിക്കും ഈ ശുചീകരണത്തിന് ഞങ്ങളും ഒക്കെ കൂടെ ഉണ്ട് ആന്റി. എന്തായാലും ആന്റി എന്റെ ഷോയിൽ വന്ന് എന്റെ ചീര സാമ്പാറും തോരൻ ഇടിച്ചക്ക തോരനും എല്ലാം കഴിച്ചാൽ എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. പക്ഷെ ആന്റിയോട് താങ്ക്സ് പറഞ്ഞാൽ ഫോർമാലിറ്റി ആയി പോവും. നമ്മുടെ കിച്ചണിൽ ഫോർമാലിറ്റി ഇല്ല. ഇനി പറഞ്ഞ പോലെ നമുക്ക് എന്നാ പറയാനാ, കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. Till then, goodbye.